Hi all, welcome to Learning. So in the video we will discuss the key entrance exam in the Maths in the previous year question papers. So a sub video release. So this is the first session. Okay. So going to the first question, let A, B, C be there any three finite sets. So finite ആയിട്ടുള്ള മൂന്ന് സെറ്റുകളാണ് എ ബി സി വെച്ച് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് ദ നമ്പർ ഓഫ് എ ക്രോസ് ബിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 160, ബി ക്രോസ് സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 80 ആൻഡ് ദ നമ്പർ ഓഫ് സി ക്രോസ് എ ഈസ് ഈക്വൽ ടു 200. ഇത്ര തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ സെറ്റ് എടുത്തിട്ട് അതിനെ ക്രോസ് ചെയ്തിട്ട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുത്തു. അതിൻ്റെ നമ്പേഴ്സ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് എയിൻ്റെ വാല്യൂസ് എത്രയെന്ന് വേണം കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, സോ നമുക്കിവിടെ നമ്മുടെ അസംഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെറ്റ് എ. ഇപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ നമ്പറല്ല തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ സിമ്പിളായി ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ലെറ്റർ എയിൽ നമ്പർ ഓഫ് എ റെപ്രസെൻറ്റ് ചെയ്തു, സ്മോൾ ലെറ്റർ ബിയിൽ നമ്പർ ഓഫ് ബി ചെയ്തു, ആൻഡ് സ്മോൾ ലെറ്റർ സി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സിയും ചെയ്തു. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? നമ്പർ ഓഫ് എ, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ എയിൻ്റെ വാല്യൂ എത്ര എന്ന് വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തന്നേക്കുന്ന വാല്യൂസ് നോക്കാം. തന്നേക്കുന്ന എന്താ? നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമ്മൾ അതിന് ഇതാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ എ ബി നമ്മൾ എയിലും ബിയിലും റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എ ഇൻറ്റു ബിൻ്റെ പ്രൊഡക്റ്റ് എത്ര തന്നിട്ടുണ്ട്? 160 തന്നിട്ടുണ്ട്. ബി ഇൻറ്റു സി, ദാറ്റ് ഈസ് ബി ക്രോസ് സി എത്ര തന്നിട്ടുണ്ട്? 80 ആണ് തന്നിട്ടുണ്ട്. സി ക്രോസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 200 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിതിനെയും ഇതിൻ്റെ അകത്തുനിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? എയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ 3 ഇക്വേഷൻ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ 3 ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി ഇൻറ്റു ബി സി ഇൻറ്റു സി എ, ഓക്കെ, ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇപ്പം എത്ര വട്ടം ഉണ്ട്? 2 വട്ടം, ദാറ്റ് ഈസ് എ സ്ക്വയർ. ബി എത്ര പ്രാവശ്യമുണ്ട്? 2 വട്ടം, സോ ബി സ്ക്വയർ. ഇനിയും സി എത്ര വർഷമുണ്ട്? 3 വട്ടം, സി സ്ക്വയർ. എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ സൈൻ ഒന്നും ഇടാത്തത്. മൾട്ടിപ്ലിക്കേഷനാണ്. എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ എന്ന് വരും. ഇനി എൽ എച്ച് എസ് എങ്ങനെ വരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ? സോറി, ആർ എച്ച് എസ് എങ്ങനെ വരും? 160 ഇൻറ്റു 80 ഇൻറ്റു 200. ഓക്കെ, സോ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 160 ഇൻറ്റു 80 ഇൻറ്റു 200 എന്ന് വരും. ഓക്കെ, ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ത് വരും? ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 160 ഇൻറ്റു 80 ഇൻറ്റു 200 ഞാൻ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പാടാണ്. ഓക്കെ, ഞാൻ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ വേണ്ടി പോവാണ്. 160നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ, ഫാക്ടറൈസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 2 ചെയ്യും. അപ്പോൾ നമുക്ക് 80 കിട്ടും. എഗെയിൻ ഡിവൈഡ് ബൈ 2 ചെയ്യും. 40 കിട്ടും. എഗെയിൻ ഡിവൈഡ് ബൈ 2 ചെയ്യും. 20 കിട്ടും. എഗെയിൻ 2 വെച്ച് ചെയ്യുമ്പോൾ 10 കിട്ടും. എഗെയിൻ 2 വെച്ച് ചെയ്യുമ്പോൾ 5 കിട്ടും. നമുക്കൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ 1 2 3 4 5 2⁵ ഇൻറ്റു 5 ആണെന്ന് കിട്ടും. ഓക്കെ, സോ 160ക്ക് പകരം ഞാൻ എന്ത് ചെയ്തു? 2⁵ ഇൻറ്റു 5 എന്ന് എഴുതി. അതുപോലെ തന്നെ 80ക്ക് അതുപോലെ ചെയ്യുമ്പോൾ 2⁴ ഇൻറ്റു 5 എന്ന് കിട്ടും. നെക്സ്റ്റ് 200 എന്ന് പറയുമ്പോൾ 2⁵ ഇൻറ്റു 5 സ്ക്വയർ എന്ന് കിട്ടും. ഇത് സെയിം മാതിരി സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. LCM എടുക്കുന്ന പോലെ നോക്കിയാൽ മതി. ഓക്കെ, സോ ഇനി ഇതെല്ലാം കൂടെ ഇവിടെ a⁻m ഇൻറ്റു a⁻n ആ ഒരു ഫോർമാറ്റിൽ 2⁵ ഉണ്ട്, 2⁴ ഉണ്ട്, 2⁵ ഉണ്ട്. എല്ലാം കൂടെ സം എടുക്കുമ്പോൾ 2⁻12 എന്ന് കിട്ടും. അതുപോലെ തന്നെ 5 സ്ക്വയർ, അപ്പോൾ മൊത്തം എല്ലാം കൂടെ ആകുമ്പോൾ 5⁴ എന്ന് കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇവിടെ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ നമുക്ക് LHS ഉണ്ടായിരുന്നത് ഈസ് ഈക്വൽ ടു 2⁻12 ഇൻറ്റു 5⁴ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാം.
അപ്പോൾ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ എ ബി സി എന്ന് വരും. 2^12 ഇൻറ്റു 5^4 സ്ക്വയർ റൂട്ട് എടുത്താൽ 2^6 ഇൻറ്റു 5 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ 2^6 64 25 അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1600 കിട്ടും. ഇങ്ങനെ നമ്മൾ ആദ്യമേ ഈ ഫാക്ടറൈസ് ചെയ്യാതെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര വലിയ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതായത് നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇതിപ്പോൾ 2^6 നമുക്ക് അറിയാവുന്നതാണ്, 5 സ്ക്വയർ നമുക്ക് അറിയാവുന്നതാണ്, പിന്നെ മൾട്ടിപ്ലൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, എ വേണം കണ്ടുപിടിക്കാൻ. ഇപ്പം നമുക്ക് എ ബി സിൻ്റെ വാല്യൂ കിട്ടി. ഓൾറെഡി നമുക്ക് ബി സിൻ്റെ വാല്യൂ അറിയാമല്ലോ. ഓക്കെ, സോ അതിനെ വെച്ച് ആ ബി സിനെ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടില്ലേ. അപ്പോൾ എ ബി സി ഡിവൈഡ് ബൈ ബി സി ചെയ്യും. എ ബി സിൻ്റെ വാല്യൂ 1600 ഡിവൈഡഡ് ബൈ ബി സിൻ്റെ വാല്യൂ എത്രയായിരുന്നു, 80. സോ ഇത് രണ്ടും കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 20 എന്നുള്ള വാല്യൂ കിട്ടും. സോ 20 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സോ 20 ആണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷനായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. f of x is equal to x square minus 10x minus 19 where x is an element of real numbers r, then the inverse image of 5, that is 5 inverse of 5 എത്രയാണ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മളിത് സോൾവ് ചെയ്യുമ്പോഴത്തേനും എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 19 ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഇൻവേഴ്സ് ഓഫ് 5 അല്ലേ. എഫ് ഇൻവേഴ്സ് ഓഫ് 5ൻ്റെ അർത്ഥം എന്താണ്, കണ്ടോ, എഫ് ഇൻവേഴ്സ് ഓഫ് 5 വേണം കണ്ടുപിടിക്കാൻ. സോ എഫ് ഇൻവേഴ്സ് ഓഫ് 5ൻ്റെ മീനിങ് എന്താണ്, എഫ് ഇൻവേഴ്സ് ഓഫ് 5 വേണം അതിൻ്റെ എഫ് ഇൻവേഴ്സ് ഓഫ് 5 വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 5 എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, എഫ് ഇൻവേഴ്സ് 5 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 5 എന്നായിരിക്കും അതിൻ്റെ മീനിങ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ എടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5, ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എത്രയുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 19 ഉണ്ട്. അതിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 എന്നാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാക്ടറൈസ് ചെയ്യുന്നു. ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെയും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 19 മൈനസ് 5 വരുമ്പോൾ മൈനസ് 24 വരും. ഓക്കെ, പിന്നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 2a ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സമ്മ് പ്രൊഡക്റ്റ് ആ ഒരു ഫോർമാറ്റിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ കാണിച്ചു തരാം. എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 24, ഇവിടെ പ്രോഡക്റ്റ് വരുന്നത് മൈനസ് 24ഉം സമ്മ് വരുന്നത് മൈനസ് 10. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് വരുമ്പോൾ മൈനസ് 24 വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം എന്താണ് പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിരിക്കും അല്ലേ. 12ഉം 2ഉം എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് 12 × 2 24 ആണ്. ഇനി സൈൻ എങ്ങനെ നമുക്ക് ഉറപ്പിക്കാം, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവാണ് വരണം, കാരണം പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് പോസിറ്റീവ്, വലുതാണോ ചെറുതാണോ പോസിറ്റീവ് എന്നറിയാൻ വേണ്ടിയിട്ട് സമ്മിൻ്റെ വാല്യൂ നോക്കുക. സമ്മിൻ്റെ വാല്യൂ നോക്കുമ്പോൾ നെഗറ്റീവ് തന്നെയാണ്, വിച്ച് മീൻസ് ദാറ്റ് നമ്മുടെ ഇതിൽ ഏറ്റവും വലിയ നമ്പറിനാണ് നെഗറ്റീവ് സൈൻ ഉള്ളത്. സോ ഒന്ന് നോക്കിക്കേ, അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്, -12 2. നോക്കിക്കേ, -12 × 2 -24, -12 + 2 -10. അപ്പോൾ കറക്റ്റ് ആണ്. സോ നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ ഈ സൊല്യൂഷൻ x -12 × x + 2 = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് x -12 = 0 എന്ന് പറയുമ്പോൾ x = 12 എന്ന് വരും. ഇനി x + 2 = 0 എന്ന് പറയുമ്പോൾ x = -2 എന്ന് വരും. ഓക്കെ, സോ ഇവിടുത്തെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, എക്സിൻ്റെ വാല്യൂ -2ഉം 12ഉം. സോ ദിസ് ഈസ് ദ എഫ് ഇൻവേഴ്സ് ഓഫ് 5ൻ്റെ വാല്യൂ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കോസ് എക്സ് ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1/2 ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് എഫ് ഓഫ് വൈ മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു, അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് തന്നേക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട വാല്യൂ 1/2 ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് എഫ് ഓഫ് വൈ മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്
ഇൻറ്റു എഫ് ഓഫ് വൈ. സോ ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1/2 അപ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ കോസ് എക്സ് ആണ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്താവും? കോസ് എക്സ് പ്ലസ് വൈ ആവും. ഓക്കെ, ആ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ വരുന്നു, അതാണ് വ്യത്യാസം. ഇനി എഫ് ഓഫ് വൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താവും? കോസ് ഓഫ് വൈ മൈനസ് എക്സ് എന്നാവും. ഇനി അടുത്തത് എഫ് മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് കോസ് എക്സ് എന്ന് വരും. എഫ് വൈ എന്ന് പറയുമ്പോൾ കോസ് വൈ എന്ന് വരും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ആ വാല്യൂ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ. 1/2 ഇൻറ്റു വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു സാധനം എടുക്കുക, നമ്മുടെ അകത്തുള്ള ഈ ഹാഫ് ഓഫിൻ്റെ അകത്തുള്ള ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് വൈ മൈനസ് എക്സ്. അതിന് നമ്മൾ ഓൾറെഡി ഫോർമുലയായിട്ട് പഠിച്ചിട്ടുണ്ട്. കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? 2 കോസ് വൈ കോസ് എക്സിൻ്റെ എക്സ്പാൻഷനാണ്. സോ അതുകൊണ്ട് ഞാൻ ആ 2 കോസ് വൈ കോസ് എക്സ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അവിടെ. അപ്പോൾ 1/2 വരും. പിന്നെ ആ കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് വൈ മൈനസ് എക്സിൻ്റെ സ്ഥാനത്താണ് എന്ത് വരുന്നത്? 2 കോസ് വൈ കോസ് എക്സ് വരുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 1/2 ഈ 2ഉം ഈ 2ഉം കൂടെ കട്ടായി പോയിട്ട് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ എന്ന് കിട്ടും. ആൻഡ് ആഡ് ഓൺ സബ്ട്രാക്ട് കോസ് എക്സ് കോസ് വൈ. കോസ് എക്സും കോസ് വൈയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കോസ് എക്സ് കോസ് വൈ ഉണ്ട്. ഇനി ഇവിടെ ബാക്കിയുള്ള ഈ ഒരു കോസ് എക്സ് കോസ് വൈ ഇല്ലേ, നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നമുക്ക് ചെയ്തത്. ഹാഫ് ഓഫ് കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് വൈ മൈനസ് എക്സ് ചെയ്തപ്പോഴാണ് കോസ് എക്സ് കോസ് വൈ എന്ന് കിട്ടിയത്. പിന്നെ ബാക്കി ഒരു മൈനസ് കോസ് എക്സ് കോസ് വൈ ഇല്ലേ, അതും കൂടി ഇട്ട് മൈനസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, സോ 0 is the option.